നമസ്കാരം ശിവസൂര്യ. നമസ്കാരം സാർ. എന്താണ് ഞാൻ വിളിക്കേണ്ടത്? ശിവൻ എന്നാണോ വിളിക്കുന്നത്, സൂര്യ എന്നാണ്? സാറിന് ഇഷ്ടമുള്ളത് വിളിക്കാം. അല്ല, ശിവ അല്ലെങ്കിൽ സൂര്യ. സൂര്യ. സാധാരണ എല്ലാവരും എന്താണ് വിളിക്കുന്നത്? ശിവസൂര്യ എന്ന് വിളിക്കും, ശിവസൂര്യ എന്ന് വിളിക്കും, ശിവ എന്ന് വിളിക്കും. ശിവ എന്ന് വിളിക്കും. ശിവ എന്ന് വിളിക്കാം മതി. കാരണം എനിക്കും കുറച്ച് പുണ്യം കിട്ടുമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഒരു 10 പ്രാവശ്യം ശിവ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അതെ അതെ അതെ, സൂര്യനും ശരിയാണ്, അതും കിട്ടും. സൂര്യനും അത്യുഗ്രനാണ്. അതെ. അപ്പൊ ഈ രണ്ട് ശക്തിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ശിവസൂര്യ. താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ കേട്ടിരിക്കുന്നത് മിമിക്രി രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കണ്ടിട്ടുമുണ്ട് പല സ്റ്റേജിൽ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പറയാം നേടാം എന്ന ഈ ഷോയിലേക്ക് വെൽക്കം. താങ്ക് യു സാർ, താങ്ക് യു. ബാക്കി നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ പോരെ. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മോഹൻലാലിന്റെ ചരിവുണ്ടായിരുന്നു, എനിക്ക് സംശയം. അത് അറിയാലോ സാർ, അത് വന്നു സാർ, അതെന്റെ തെറ്റല്ല. സാരമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളെ, തീർച്ചയായും, നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും പിന്നെ കൊച്ചിയിലുള്ള വിശേഷങ്ങൾ, തീർച്ചയായിട്ടും, അങ്ങനെ സകലതും ഞങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാം നേടാം പണം നേടൂ ബിഗ് ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം ശിവ ഇന്നത്തെ എപ്പിസോഡ്, സൂര്യ നാളത്തെ എപ്പിസോഡ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ശിവയുടെ ഒരു പാട്ടോടുകൂടി തന്നെ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ? ഇതിപ്പോ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സാറിന്റെ പാട്ട് കേട്ടിട്ടാണ് പാട്ടുകാരനായിരുന്നു ആദ്യം. സത്യം. അപ്പോൾ പാട്ടൊക്കെ പാടി വന്നപ്പോൾ എൻ്റെ പൈസ പോയി തുടങ്ങി എന്നുള്ളതാണ്. കാരണം അവിടെ പൈസ കിട്ടാറില്ല. പക്ഷെ മെമിക്രിക്ക് പോയപ്പോൾ പൈസ കിട്ടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് മതിയാക്കിയിട്ടില്ല. ഇന്നും എപ്പോഴും രാവിലെ ഒരു 10 പാട്ട് പാടിക്കഴിഞ്ഞാൽ മെമിക്രി ഓക്കെ ആവും. അപ്പം മ്യൂസിക്കിൽ പോയി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. ഞാനും ഉണ്ട്. അതെ. പക്ഷെ എനിക്ക് സാറ് ആ പാടുന്ന സമയങ്ങളിലെ പാട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ലാൽ സാറിന് പറയുന്നതും ചിലപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ. ഈ ശബ്ദവുമായിട്ട് ഭയങ്കര സാമ്യമാണ്. അതെ അതെ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സാറിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കുരുവരച്ചാലും എന്ന ഒരു അസല് പാട്ട്, രണ്ടുപേരും ബ്യൂട്ടിഫുൾ സോങ്. സാറ് പറയും പോലെയാണ്, വെള്ളി പിത്തളയൊക്കെ വരാം, ഇതൊന്നും എൻ്റെ തെറ്റല്ല. വെള്ളി ഉണ്ടേ തന്നേര്, പിത്തള വേണ്ട, അലുമിനിയം വേണ്ട. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. സത്യമല്ലേ? കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഏക ദൈവമേ ഉള്ളൂ, ഒരു എറ്റേണൽ പവർ. അതായത് ഒരു വലിയ ശക്തി, പ്രപഞ്ച ശക്തി. നമുക്ക് ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഒന്നുമില്ല. കാരണം നമ്മളെല്ലാവരുടെയും പാട്ട് പാടി അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ. അതെ, തീർച്ചയായും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ മാൻ ഷോ ആണ്. അതിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശല്യമില്ലാതെ പോയിട്ട് ഉള്ളത് വാങ്ങിച്ചു പോവാം. അതിനകത്ത് ഉൾപ്പെടുത്തുന്ന 5 പാട്ടും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഉപകാരം. കാരണം 20 മിനിറ്റ് മാറി കിട്ടും. 1 മണിക്കൂർ ഷോ എന്ന് പറയുമ്പോൾ ബാക്കി കുറേ സ്റ്റാർട്ട്സ് ചെയ്യുക, ലാലേട്ടൻ്റെ പാട്ട് പാടുക, സാറിൻ്റെ പാട്ട് പാടുക, അങ്ങനെ അനുകരണം ഉള്ള പാട്ടുകൾ പാടുക, അങ്ങ് പോവുക. മറ്റേ വാങ്ങിക്കാൻ പോവുക, മറ്റേതല്ല. പിന്നെ രാവിലെ ചെന്ന് കട്ടൻ കെട്ടിയൊക്കെ നിൽക്കണം. പക്ഷെ കുറച്ച് ട്രൂപ്പിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സുരാജും ഞാനും കൂടെ ഒക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഞാൻ സത്യം പറഞ്ഞ വേറൊരു ചാനലിൽ ജഗതി വേഴ്സസ് ജഗതിയുടെ അവതാരകനായിട്ട് വന്നതാണ്. ജയസൂര്യ മാറിയിട്ടാണ് ഞാൻ കാലുവയ്ക്കുന്നത്. അപ്പോൾ ജയകുമാർ ജയസൂര്യയായി, ശിവകുമാർ ശിവസൂര്യയായി. അതിൽ കിട്ടിയൊരു പുണ്യം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൂര്യൻ എപ്പോഴും കൂടെ ഉണ്ട്. അതുണ്ട്. കാരണം സൂര്യകേന്ദ്രം സമിതിയിലുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് സൂര്യ കിട്ടി, അവിടെ പോയപ്പം അവിടെ നിന്ന് ഒരു സൂര്യ കിട്ടി. ഈ പേരിന് തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അറിയാമോ? അതെ, എനിക്ക് കാരണം ഇപ്പം വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയ് വെച്ച് തുടങ്ങുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവരെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഈ സൂര്യ വെച്ച് തുടങ്ങുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതെ. സൂര്യ എൻഡിൽ വരുന്നതും തുടക്കത്തിൽ സൂര്യ കൃഷ്ണമൂർത്തി തൊട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ശിവ, ശിവ എല്ലാ പേരിലും, എല്ലാ സിനിമയിലും, എല്ലാ നടന്മാരും, പ്രത്യേകിച്ച് ലാൽ സാറിന്റെ ആയിരുന്നാലും ദിലീപേട്ടനടുത്തൊക്കെ എല്ലാത്തിലും ശിവ എന്നൊരു പേര് കാണും. അതെ, ഏത് പടത്തിലും. തമിഴിലും ഉണ്ട്. തമിഴ്. അതൊക്കെ വലിയൊരു ഭാഗ്യം. കാരണം ശിവ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കിതിപ്പോൾ എല്ലാവരും എന്നും കാണുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ നൽകുന്നു, ചിലർക്ക് തെറ്റിപ്പോകുന്നു, ചിലർക്ക് ശരിയാകുന്നു. അതൊരു അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു മിമിക്രി, ഒരു താരത്തിനെ ഒന്നോ രണ്ടോ താരത്തിനെ കാണിച്ചിട്ട്. അല്ല, ഞാൻ ഇപ്പം സാറിന് ഇഷ്ടമുള്ളത് ലാലേട്ടനാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് സംശയമുണ്ട്.
അപ്പോൾ ഒരു ചെറിയ ഇൻ്റർവ്യൂ ലാലേട്ടൻ്റെ അടുത്ത് സാർ അങ്ങോട്ട് ചോദിക്കുന്നു, ഞാൻ മറുപടി ലാലേട്ടൻ്റെ വോയിസ് പറയും. ഞാൻ അങ്ങോട്ട് ചോദിക്കും. സാർ ചോദിക്കണം, ലാലേട്ടൻ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ സാറിന്. അല്ല, അത് കുറച്ച് കൊനസ്റ്റായിട്ടുള്ള ചോദ്യം വരും, ചോദിക്കണം, അത് ഉറപ്പായിട്ട്. പക്ഷെ ഞാൻ ഈ സമയം തൊട്ട് സാർ നേരത്തെ 20 സെക്കൻഡ് പറഞ്ഞതുകൊണ്ട് ആ 20 സെക്കൻഡ് കൊണ്ട് ഞാൻ പെട്ടെന്ന് മോഹൻലാലായിട്ട് മാറും. ഇനി എനിക്ക് വേറെ ഒന്നുമില്ല. ഇനി സാർ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു. ഓക്കെ, റെഡിയാണല്ലോ സാർ? അപ്പോൾ സാർ ചോദിക്കാം. ലാലു, എന്തുകൊണ്ട് വിശേഷം? എന്താ പറയാ, അങ്ങനെയൊക്കെ. അല്ല, ഞാൻ ദൃശ്യം പാർട്ട് 2, ദൃശ്യം ആദ്യത്തെ ഞാൻ കണ്ടു, വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ പാർട്ട് 2 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത് വളരെ ടെൻഷനേറിയ ഒരു സംഭവമാണ്, പക്ഷേ ഇതിനകത്ത് പാട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, അതിപ്പോൾ അറിയാമല്ലോ, ദൃശ്യം 1 എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടല്ലേ കണ്ടതൊക്കെ. അതുപോലെ തന്നെ ഇതും കുറച്ചുകൂടെ നല്ലൊരു എന്താ പറയുക, അതെങ്ങനെയാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ പാർട്ട് 2 കഴിഞ്ഞു, എങ്ങനെയായിരുന്നു അനുഭവം? എന്താണ് കാരണം വിചാരിച്ച പോലെ? കാരണം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അതെ, നമ്മൾ ചെയ്യുന്ന അനുഭവം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കാണാൻ, അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അത് മതി, അപ്പോൾ കാണുമ്പോൾ പറയാം. ഇപ്പം നമ്മുടെ എന്താണ് നെയ്യാറ്റിങ്കര ഗോപനായിട്ട് അല്ലേ, ആറാട്ടെന്ന് പറഞ്ഞ ബി ഉണ്ണികൃഷ്ണൻ്റെ പടത്തിൽ അല്ലേ? അതെ, ഞാൻ അതിനകത്ത് പാടിയിട്ടുണ്ടായിരുന്നു, കേട്ടായിരുന്നു. ഞാൻ പാടി അയച്ചു തന്നു. സമയം കിട്ടിയില്ല. തീർച്ചയായിട്ടും ഞാനത് കേൾക്കും, ഞാൻ പാടും. ഇപ്പോൾ തുടക്കം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു സഹകരണ മനോഭാവത്തോടു കൂടി ആ സിനിമ പൂർത്തിയാക്കുന്നു. അതിന് വളരെ താങ്ക് യു. ഈ ഇത്രയേറെ ആരാധകർ വരാൻ കാര്യം എന്താണ്? എവിടെ നോക്കിക്കഴിഞ്ഞാലും അണ്ണൻ ഇങ്ങനെ വരുന്നു. കാരണം കാറിൽ വന്നിറങ്ങുന്നതിൻ്റെ സ്ലോ മോഷൻ എന്ന് വേണ്ട ഭയങ്കരമായിട്ടുള്ള ഒരു അല്ല, അതിപ്പോൾ കുട്ടാ എൻ്റെ തെറ്റല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അവരെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. ആ ഇഷ്ടമാണ് ഞാൻ, അവരാണ് എൻ്റെ ഇഷ്ടം. അവരില്ലാതെ എനിക്ക് എന്താഘോഷം. പിന്നെ മാത്രമല്ല, ഈയിടെയായിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഒത്തിരി ഫങ്ഷൻസിന് പാട്ട് പാടുന്നു. കാരണം അതും പഴയ നല്ല മെലഡി പാട്ടുകൾ. ഈ പാട്ടിനോട് അത്ര ഇഷ്ടമാണ്. അല്ല, എനിക്ക് ഇപ്പോൾ കുട്ടൻ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, കണ്ണീർ പൂവിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എനിക്കൊന്ന് പാടണമെന്നുണ്ട്. പാടട്ടെ? ഞാൻ പാടുവേ. പിന്നെന്താ? ശരി എന്നാ. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമാം താതന്റെ ശോകം പിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. അത്ര മതി. എന്നാൽ ഒരു ലാസ്റ്റ് ചോദ്യം കൂടി. കാരണം ഇത്രയും ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ എന്താണ് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നു. ഏതാണ്ട് എത്രയോ നായികമാരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എത്രയോ നായികമാർ. കാരണം അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായിക ആരാണ്? ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ? അല്ല, അതാണല്ലോ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആസാധ്യമായിരുന്നു കേട്ടോ. കാരണം ശരിക്കും ഞാൻ ലാലിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. താങ്ക് യു. പക്ഷെ ലാലിൻ്റെ അടുത്ത് ഇങ്ങനെയല്ല ഞാൻ സംസാരിക്കുന്നത്, അത് വേറെ കാര്യം. കാരണം അത് ഞങ്ങൾ വേറൊരു ലെവലിലാണ്. എന്നാലും ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ഗംഭീരമായി. ഞാൻ ഇന്ന് വരെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. താങ്ക് യു ശിവ ഫോർ ദാറ്റ്. താങ്ക് യു സാർ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിയേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നല്ലതുപോലെ അനുകരിക്കും. സിയേട്ടൻ്റെ പാട്ട് അതേ ശബ്ദത്തിൽ പാടി പഠിച്ചെടുത്താനാണ് ഞാൻ. എനിക്ക് ചേട്ടൻ പാടിയില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഒരുപാട് പാട്ട് ഇഷ്ടമാണ്. പക്ഷേ അതിനകത്ത് നെഞ്ചിലെ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നുപോയി നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യ നേരം. അത് ശരിക്കും മോഹൻലാൽ പാടുന്ന പോലെ അത് ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ ഏത് പാട്ട് പാടുമ്പോഴും പെട്ടെന്ന് അതിൻ്റെ ഒരു ടച്ച് വരും. കാരണം ശ്രീയേട്ടൻ്റെ പാട്ട് പഠിച്ച് ലാലേട്ടൻ്റെ വോയിസിലോട്ട് പോയി. അപ്പം ലാലേട്ടൻ പാടിയ പാട്ടും ശ്രീയേട്ടൻ പാടിയ പാട്ടും കൂടെ മിക്സ് ചെയ്ത് പാടും. ഇപ്പം അണ്ണാരക്കണ്ണ പാടും ലാലേട്ടൻ്റെ വോയിസിൽ,
പക്ഷേ സാറിൻ്റെ വയസ്സിൽ എനിക്ക് കണ്ണീർ പോകുമ്പോൾ പാടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞില്ല, മിമിക്രി ആയതുകൊണ്ടാണ് ഒരു 80% നമ്മളിത് പറയണം. ഇപ്പോൾ ഉള്ള അറിയാലോ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു നടനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടനെ തന്നെ നാളെ ട്രൂപ്പ് തുടങ്ങാമെന്ന് പറയും. അതാണ് കാലഘട്ടം. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുണ്ട്, കൊല്ലം സിറാജും ജൂനിയർ ആലുമുട്ടനൊക്കെയാണ്. ആ പഠിച്ച കാലഘട്ടത്തിൽ ചോദിക്കും എന്ത് പഠിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇന്ന് ഇന്നസെൻ്റ് പഠിച്ചോ? എന്നൊന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വണ്ടിക്കകത്താണ്. കാരണം ഗുരുനാഥന്മാരുണ്ട്, അവർ പറഞ്ഞു കേൾക്കണം. ഇന്ന് എന്തോ പഠിച്ചു ചോദിക്കുമ്പോൾ നസീർ ഉടനെ അവിടെ അവതരിപ്പിക്കണം. അപ്പോൾ അതിന് എനിക്കൊരു പ്രാക്ടീസ് കിട്ടി. അപ്പം ഇപ്പോൾ ഉള്ളതല്ല. ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് ഉടനെ ട്രൂപ്പ് തുടങ്ങാമെന്ന് പറയും. ഇപ്പം ട്രൂപ്പ് ഇല്ല. ഓക്കെ അതൊന്ന് മോഹൻലാൽ പറയുന്നല്ലോ പറഞ്ഞു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. വെള്ള നിറത്തോടാണോ ഇഷ്ടം? വെള്ള എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പാട്ട് അനുകരണം സാറായിരുന്നു. സത്യമായ കാര്യം, ഞാൻ കള്ളം പറഞ്ഞല്ലോ. അപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ പോയപ്പം ബുദ്ധിമുട്ടുണ്ടാകും ചെറുതിലേക്ക്, പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും കാസറ്റ് ഇട്ട് പാടാമല്ലോ, അത് കേട്ട് പാടും. ഇപ്പോൾ സ്വാമിനാഥയൊക്കെ പഠിപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ആദ്യം. പിന്നെ വിചാരിച്ചു, പിന്നെ സാറിൻ്റെ ഓരോ സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ, അത് പഠിച്ചു തുടങ്ങി. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ബ്രീത്ത് എടുത്തിട്ടൊരു സംഭവം ചെയ്തു. ചില സമയങ്ങളിൽ ചില പാട്ട് പാടുമ്പോഴത്തേക്ക് ഒരു മാഗ്നറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ ഇട്ട് തുടങ്ങി. പിന്നെ അപ്പോൾ അത് ഒരു രസകരമായിട്ടാണ്. എന്തെങ്കിലും ഒരു സാധനം ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് ഒരു ചെറിയ സാധനം കിട്ടും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്നസെൻ്റ് എന്നെ ഒന്ന് കാണിക്കാം. എന്തേ ആരാ അവിടെ? ഞാനൊരു കാര്യം ചോദിച്ചു, എന്തെങ്കിലും പറയോ? ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ യു ആർ എ റിയൽ ആർട്ടിസ്റ്റ് ശിവ. താങ്ക് യു സാർ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അനുകരണം. എന്തായാലും മോഹൻലാലിന്റെ ഇന്റർവ്യൂ നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് ദിലീപിന്റെ ഒരു അത് തീർച്ചയാണ്. കാരണം അത് കൊടുക്കണമല്ലോ അല്ലേ? നമുക്ക് പിന്നെ സിനിമ ഡയലോഗ് വേണ്ട സാറേ. എന്തെങ്കിലും സാറ് എന്നെ ചോദിച്ചാൽ മതി. ദിലീപ് ആ ചേട്ടൻ ഉത്തരം തിരിച്ച് പറയും, കൃത്യമായിട്ട് പറയും. നമ്മൾ നേരത്തെ കേട്ടത് മോഹൻലാലല്ലേ, ഇനി വരുന്നത് ദിലീപ്. അപ്പൊ ഇനി ഞാൻ ദിലീപായിട്ട് മാറുന്നു. സാർ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു. ശരി, എന്നാ ഞാൻ റെഡി സാർ. ദിലീപ് സുഖമാണോ? പറയാ അഗ്രഹമൊക്കെ ജീവിച്ചു. വേറൊന്നുമല്ല, നമ്മൾ ഒത്തിരി നാളത്തെ ബന്ധമാണ്. കാരണം ഇന്നസെന്റിനെ അനുകരിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. പിന്നെ അതിനുശേഷം കമലിന്റെ എങ്ങനെയായി? കമലിന്റെ ഇതിനകത്ത് വർക്ക് ചെയ്തല്ലോ കുറേ. അല്ല സാർ, ആര് പറഞ്ഞില്ലേ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തത്തരപ്പാടായിരുന്നു അതൊക്കെ. പിന്നെ അത് കിട്ടി എന്നുള്ളതാ. അതെ. ഡയറക്ടർ ആവാനായിരുന്നോ മോഹം? ആയിരുന്നു, പക്ഷെ അറിയാലോ നമ്മുടെ തട്ടകാതല്ലല്ലോ, അതുകൊണ്ട് മാറിപ്പോയതാ. ദിലീപിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് പഠിച്ചതാണോ അതോ ജന്മനാൽ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ മനസ്സിന് വരുന്നതാണോ? അങ്ങനെയല്ല, അവരിപ്പോൾ പറഞ്ഞു തരും, നമ്മളത് ചെയ്യും. അങ്ങനെ ചെയ്ത് കണ്ടൊക്കെ പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലെ, നിങ്ങൾ കാണിക്കുന്ന ഓരോ ആക്ഷൻസും ആരും പറഞ്ഞു തരുന്നതല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതെ, ഉള്ളിൽ നിന്ന് വരും. അത് വരും, വിശദരിക്കുമ്പോൾ ഒരുപാട് വരും. അതായത് വേറെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കാരണം ഈ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് കേട്ടല്ലോ. ഞാൻ മാത്രമല്ല, എല്ലാവരും വായിക്കുന്നുണ്ട്. അതാരും പറയാറില്ല. അത് പറയത്തെ അതെനിക്കറിഞ്ഞൂടാ. എനിക്ക് കുറച്ചുകൂടെ. ഇതുവരെ അഭിനയിച്ചാൽ മനസ്സിൽ തട്ടിയ ഒരു സിനിമ ഏതാണ്? ഒരുപാട് ചിത്രങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ചാന്തുകൊട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. എത്ര ദിവസമായി ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇത് ലൈവാണല്ലോ. അതെ, അതാണ് അതിന്റെ ഒരു സുഖം. ഇതിനകത്തൊന്നുമില്ല, ഇതിനകത്ത് വെറും ലൈവായിട്ട് പോകുന്നു. കാരണം നിങ്ങളുടെ ഒരു മാറ്റം അത് വളരെ പ്രശംസനീയമാണ്. കാരണം അതൊരു വലിയ സംഭവം. അത് വേണം. 6 വള്ളത്തിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ, ഇനി ഒരു ചെറിയ കുസൃതി ചോദ്യം. അത് ഇതിനകത്ത് രൂപയൊന്നും ഉള്ളതല്ല, ചുമ്മാ ചോദിക്കുന്നു. അത് നിങ്ങൾക്ക് ആരുടെ രൂപത്തിൽ വേണേ പറയാം. ഓക്കെ. രാത്രിയിൽ ജന്നലും കതവുമെല്ലാം അടച്ച് നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് കതവിൽ മുട്ടുകേൾക്കുന്നു. അർദ്ധരാത്രി. നിങ്ങൾ ആദ്യം ജന്നൽ തുറക്കുമോ വാതിൽ തുറക്കുമോ? ജന്നൽ തുറക്കുമോ വാതിൽ തുറക്കുമോ? ഞാൻ തുറക്കൂല.
അത്രയും സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞു ഇവിടെ കിടന്നുറങ്ങും. നിങ്ങൾ തുറക്കും. ജന്നൽ തുറക്കുമോ വാതിൽ തുറക്കുമോ? ഞാൻ ജന്നലേ തുറക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് പോയാണോ ജന്നൽ തുറക്കുന്നത്? അല്ല, കണ്ണ് തുറന്നിട്ട് ജന്നൽ തുറക്കും. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? കണ്ണ് തുറക്കും. ദൈവമേ, ഇത് കണ്ടുപിടിച്ച ഈശ്വരാ രക്ഷിക്കണേ. അപ്പോൾ നമ്മൾ സവാരി ഗിരിഗിരി ആരംഭിക്കുകയാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരാളെ പരിചയപ്പെടാം. കാരണം ഒരുപാട് ചിത്രങ്ങളിലും ഒത്തിരി പടങ്ങളിൽ അഭിനേത്രിയായിട്ട് വന്നിട്ടുള്ള, നമുക്കെല്ലാം തെളിയിച്ച, അഭിനയം എന്താണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു സൂപ്പർ ലേഡി ആക്ട്രസ്സാണ് വന്നിരിക്കുന്നത്. അത് 4 ചോദ്യങ്ങൾക്ക് സൂര്യയുടെ കൂടെ സഹായിക്കാനുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്ത് ഉത്തരം തീർച്ചയായിട്ടും അവർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരും. തീർച്ചയായിട്ടും. മറ്റാരുമല്ല, നമ്മളുടെ പ്രിയങ്കരിയായ അനുമോൾ. ഹായ്. ഹലോ ഹായ്, നമസ്കാരം. സന്തോഷമുണ്ട് എനിക്ക് ഈ പരിപാടിയിൽ വരാൻ പറ്റിയതിലും, ശിവകുമാരേട്ടനോട് സംസാരിക്കാൻ പറ്റിയതിലും. ആൻഡ് ശിവസൂര്യ, എനിക്ക് എന്താ പറയാ, ഭയങ്കര റെസ്പെക്ട് എപ്പോഴും ഇങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളോടും. അപ്പൊ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നെ എന്തായാലും സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സന്തോഷമേ ഉള്ളൂ. അനുമോൾ എവിടെ താമസിക്കുന്നേ? ഞാൻ പട്ടാമ്പിയാണ്. എന്റെ സ്ഥലം പട്ടാമ്പിയിലെ നടുവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പൊ പക്ഷെ ഞാനൊരു ഷൂട്ട് ലൊക്കേഷനിലാണ്, എറണാകുളത്താണ്. ഇപ്പൊ സ്ഥിരമായിട്ട് പട്ടാമ്പിയിലാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ കാണാറുണ്ട്, ഒരുപാട് ഫോട്ടോസ് കാണാറുണ്ട്. നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ചിട്ടില്ലല്ലോ? അതെ, നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അനുമോളെ കാണുന്നത്. കാരണം കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകളിലും ബാക്കിയുള്ള പല ഫംഗ്ഷൻസിനും കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഇവന്റ്സിന് വരുന്നതൊക്കെ ഭയങ്കര കുറവാണ്, അതാണ് നമുക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇവന്റ്സിന് വരുന്ന പേടിയാണോ? ഭയങ്കര കുറവായിട്ടേ വരാറുള്ളൂ. ഒന്ന് മടിയാണ്, പിന്നെ നാട്ടിൽ അങ്ങനെ ഇരിക്കും. കൊച്ചിയില് വരണ്ടേ അല്ലെങ്കിൽ തിരുവനന്തപുരം വരണ്ടേ എന്നൊക്കെ ഉള്ള ഒരു മടിയാണ്. അത് ശരി. അപ്പൊ ഇപ്പോഴേ മടിച്ചാണല്ലേ? കുറച്ച്. ഉത്തരം പറഞ്ഞു തരാൻ ഒരു മടിയും വേണ്ട കേട്ടോ. അതാണ്. എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അനു, എന്റെ വീട്ടിലൊരാളുണ്ട്, അനു എന്ന് പറഞ്ഞിട്ട്. അറിയാവോ? ഇല്ലല്ലോ. അല്ല, വേറെ ആരുമല്ല, എന്റെ വൈഫ് തന്നെയാണ്. കാരണം ആദ്യം മെഗാ സീരിയലിലെ നായികയാണ്. അപ്പൊ ആ മെഗാ സീരിയലിലെ നായികയുടെ പേര് അനു എന്നാ. എവിടെ പോയാലും സിന്ധുവിനെ കണ്ടു കഴിഞ്ഞാൽ അനു എന്നേ വിളിക്കുള്ളൂ. സിന്ധു ജേക്കബാണ് എന്റെ വൈഫ് കേട്ടോ. സിന്ധു ജേക്കബാണ് മാനസിയുടെ അതെ, മധുമോഹൻ സാറിന്റെ ആദ്യത്തെ മെഗാ സീരിയലിലെ നായിക. അപ്പൊ ഈ അനു എവിടെ പോയാലും എല്ലാവർക്കും അനു ആയി. ഇപ്പൊ ദാണ്ട് ഇവിടെ ഇരിക്കുന്ന അനു. അല്ല, നിങ്ങൾ ഈ മിമിക്രി ട്രൂപ്പിൽ പണ്ടൊരു അനു ഉണ്ടായിരുന്നില്ല, അതിപ്പോ എവിടെ? വീണ്ടും കാരണം നിങ്ങൾ അന്ന് ഗുരുക്കന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ ഇതൊക്കെ പറയാൻ പറയത്തില്ല. അപ്പൊ ട്രൂപ്പിൽ ബസ്സിൽ പോകുമ്പോൾ ഒരു അനു ഉണ്ടായിരുന്നില്ല? ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം, എന്നെ വെറുതെ വിട്. ഈ അനു അല്ലല്ലേ? അനു അല്ല. അപ്പൊ ലേലു അല്ലു ആണോ? ലേലു അല്ലു അഴിച്ചു വിട്.